അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നാണ് കേട്ടോ നമ്മുടെ കല്യാണം. നമ്മുടെ അല്ല, കിളിമംഗലത്തെ കല്യാണം, താത്താടെ മോൻ്റെ കുട്ടിയുടെ കല്യാണം, ചേലക്കര. അപ്പൊ ഞാൻ ചായ കുടിക്കാം കേട്ടോ. ചായക്ക് ഇന്ന് പൂരിയും മുട്ടക്കറിയും കട്ടൻ ചായയും ആണ്. കുട്ടികളൊക്കെ ഇതാ കുളിച്ച് ഡ്രസ്സ് മാറുന്നുണ്ട്. ഓരോരുത്തർ കുളിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് കുളിക്കാൻ പോണേ ഉള്ളൂ. ഇനി എനിക്ക് കുളിക്കണം, ഡ്രസ്സ് മാറണം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ടോ. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. അപ്പം ഞാൻ ഇന്ന് ചുരിദാറൊക്കെ ഇട്ട് മഫ്ത കുത്തിയിട്ടാണ് പോണത്. അപ്പോൾ ഒരു ആഗ്രഹം, മഫ്ത കുത്തിയിട്ട് ആദ്യമായിട്ടാട്ടോ ഞാൻ പുറത്ത് പോണത്. ഇതുവരെ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ മഫ്ത കുത്തിയിട്ട് പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. കുഞ്ഞിക്ക് ഉമ്മൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുഞ്ഞിക്കാടെ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികളതിനൊക്കെ ഡ്രസ്സ് മാറ്റണുള്ളൂ. അപ്പോൾ കുഞ്ഞിക്കാക്ക് ധൃതിയായി, വേഗം വായു, വേറെ ഓട്ടമുണ്ട്, വേറൊരു കല്യാണം കൂടി ഉണ്ട് കുഞ്ഞിക്കാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം, വേഗം വായു എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഇതാ വാതിലൊക്കെ പൂട്ടി എല്ലാവരും കൂടിയിട്ട് ഇറങ്ങിയിട്ടാ. ഭയങ്കര തിക്കും തിരക്കായിട്ട് വേഗം ഇറങ്ങിയിട്ടാ. പിന്നെ ഇത്തിരി ദൂരമല്ലേ നമ്മൾ, പിന്നെ അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകേണ്ടി വരില്ലേ. വണ്ടി കിട്ടിയില്ലെങ്കിൽ പിന്നെ കുഞ്ഞിക്ക് പോയാൽ പിന്നെ ആകെ പെടും. അപ്പോൾ പിന്നെ ബസ്സൊക്കെ കയറി അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് പോകണ്ടേ. അപ്പോൾ കുഞ്ഞിക്കാടെ കൂടെ പോവുകയാണെങ്കിൽ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് വേഗം ധൃതിയിൽ തന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി. കുറേ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കല്യാണ വീട്ടിൽ നിന്ന് കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. പെണ്ണിനൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അവർക്കൊന്നും അങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമില്ല. പിന്നെ ഞാൻ ചോദിക്കാനും പോയില്ല. പിന്നെ ഞാൻ അങ്ങനെ എടുത്തുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ആച്ചൂട്ടനും കുഞ്ഞും ഇഷമോളും. ആച്ചൂട്ടനൊക്കെ പനിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പനിയുണ്ട്. ഇഷമോൾക്കും അതേ പനിക്കുണ്ടായിരുന്നു. തലേദിവസം കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ നല്ല പനിയായിരുന്നു കേട്ടോ. പിന്നെ ആ ദിവസമായപ്പോൾ ഇത്തിരി ഉഷാറായിട്ടുണ്ടായിരുന്നു. ആച്ചൂട്ടന് ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു. കല്യാണം വിരുന്നും ബഹളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ എത്തിയിട്ടാണ്. നമ്മൾ താമസിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആച്ചൂട്ടന് സ്കൂളിൽ പോയിട്ടില്ല. ആച്ചൂട്ടന് പനിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പനി മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം പനിച്ചു, പിന്നെ അങ്ങനെ മാറിയതായിരുന്നു. ഇപ്പം നല്ല ജലദോഷം. ഇപ്പോൾ പനിക്കണമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര ജലദോഷം, കണ്ണിന്നും മൂക്കിന്നൊക്കെ വെള്ളം വന്നിട്ട് അവന് ആകെ പുസ്തകത്തിലേക്കൊന്നും നോക്കാൻ പറ്റില്ല പോയാലും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞയച്ചില്ല. ഇഷമോൾക്കും ജലദോഷം ഉണ്ട്. പക്ഷേ ഇഷമോൾക്ക് ഇന്ന് പാട്ടാട്ടാ. മുണ്ടത്തിക്കോട് സ്കൂളിൽ കലോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ പോയിക്കാണ്. അപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുണ്ടത്തിക്കോടല്ല, ഇവിടെ കുമ്പളങ്ങാട് കൊണ്ടാക്കി. പിന്നെ അവിടുന്ന് ടീച്ചർമാർ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ അവൾ പോയി. അപ്പോൾ കുഞ്ഞും പോയിട്ട് രാവിലെ തന്നെ അവനും ട്യൂഷനും സ്കൂളിലേക്കൊക്കെ ആയിട്ട് അവനും പോയി. ഇവന് മാത്രം വയ്യാത്തതുകൊണ്ട് പോയില്ല. അപ്പോൾ വന്നപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റല്ലേ, ഇപ്പോൾ ഭയങ്കര കാറ്റിൻ്റെ സമയമല്ലേ. ആകെ ചമ്മല വീണിട്ട് ആകെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിറയെ പണികളുണ്ടായിരുന്നു. വന്നപ്പോൾ അകത്തും പുറത്തും ഒക്കെ പൊടിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി ഒന്ന് ചോറും കൂട്ടാനൊക്കെ വെച്ച് ഒന്ന് കുളിച്ച് ഒന്ന് ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ അടിച്ചു വാരിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ നിറയെ മരങ്ങളല്ലേ, അത് കാരണം നിറച്ച് ഇല വീഴാണ്. ഇപ്പോഴും നിറച്ച് മുറ്റത്ത് മുഴുവനും ഇലയാണ് കേട്ടോ. അപ്പോൾ ഇനി 2 നേരമൊക്കെ അടിച്ചു വാരേണ്ടി വരും ഇനി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വന്നപ്പോൾ അവിടുന്ന് വരണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ വിചാരിച്ചു ഒന്നിങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയൊരു വീഡിയോ ആണ്, കല്യാണത്തിൻ്റെ വിശേഷങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ താത്താടെ വീട്ടിൽ 2 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. തിരിച്ച് വരുമ്പോൾ എടുക്കാൻ മറന്നുപോയി. പിന്നെ കുഞ്ഞും ആച്ചൂട്ടനും നേരത്തെ പോകുന്നു. എന്താ വെച്ചാൽ 3 ആൾ കൂടിയിട്ട്, ഞങ്ങൾ 4 ആളും കൂടിയിട്ട് ഒരു വണ്ടിയിൽ വരണ്ട വെച്ചിട്ട് അളിയനെ അവിടെ നിന്ന് പോരുണ്ടായിരുന്നു. അപ്പോൾ അളിയൻ്റെ കൂടെ ഇവരെ 2 പേരെയും വണ്ടിയിൽ വിട്ടു. ഞാൻ ഇഷമോളും പിന്നെ സ്കൂട്ടിയിൽ വന്നു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ എടുക്കാമല്ലോ ഇനി എപ്പോഴെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അച്ഛൻ്റെ മുഖം കണ്ടാൽ അല്ലാണ്ടായിക്കിടും. പിന്നെ ഇനി മുടി വെട്ടാറായിട്ടുണ്ട്. മുടി ഒന്ന് വളർന്നു കഴിഞ്ഞാൽ അപ്പോൾ അവന് വയ്യാതാവും. അപ്പോൾ ജലദോഷവും പനിയൊക്കെ വരും. മുടി വെട്ടണം ഇനി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.